ഹായ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ എളുപ്പത്തിലൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാൻറ്റ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇലാസ്റ്റിക് പാൻറ്റാണ്. ഇതിൽ വലിയ കണക്കും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ആയോ? അപ്പോൾ നമ്മളുടെ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് വാങ്ങിക്കുമല്ലോ മെറ്റീരിയൽ, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചുരിദാർ സെറ്റിൻ്റെ ഒപ്പമുള്ള പാൻറ്റാണ്. അപ്പോൾ അത് 2 മീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ 2 മീറ്റർ ഇല്ല, 1.8 ആണുള്ളത്. കുഴപ്പമില്ല. അതിനെ ആദ്യം ഒന്ന് രണ്ടായിട്ട് മടക്കി എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വശം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ മടക്കുക, എന്നാൽ മാത്രമാണ് മാർക്കിങ്സൊക്കെ ചീത്ത വശത്തേക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം മടക്കി എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കുകയാണ്. അപ്പം മുകളിലും താഴെയും നമുക്ക് കരവശമാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മടക്കി ഇടുമ്പോൾ ഇതിന് 37.5 ഇഞ്ചാണ് വരുള്ളൂ. അതേപോലെ തന്നെ വിഡ്ത്ത് 41.1 ഇഞ്ചോളം വരുന്നത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം നമ്മളുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി മുകളിൽ ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല മുകളിൽ കരവശം ആയതുകൊണ്ട് എനിക്കവിടെ മടക്കി അടിക്കാനും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള സീം അലവൻസും കൂടി ചേർത്തിട്ട് നിങ്ങളൊരു 1.25 മാർക്ക് ചെയ്യണം. ഞാനിവിടെ 1.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് മുകളിൽ കരവശം ആയതുകൊണ്ട് അത് നേരെ താഴേക്ക് മടക്കി അടിച്ചാൽ മതി. ഇനി ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് താഴേക്ക് വേണം നമ്മളുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കാൻ. പാൻറ്റിൻ്റെ ലെങ്ത്ത് എനിക്ക് 37.5 ആണ്. ആ 37.5 മാർക്ക് ചെയ്യുക. പിന്നെ താഴെ മടക്കി അടിക്കാൻ നമുക്ക് 2 ഇഞ്ചാണ് യൂഷ്വലി മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും 1 ഇഞ്ച് മടക്കാൻ. എനിക്ക് അത്ര ഇല്ല, 1.25 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. എന്നാലും ഞാൻ അതങ്ങനെ എടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ ഞാനിവിടെ ഇലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ടിനെക്കാട്ടിലും നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ഹിപ്പ് റൗണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഹിപ്പ് റൗണ്ട് ഇവിടെ 44 ഇഞ്ചാണ്. അരവണ്ണം അല്ല, ഇടുപ്പിൻ്റെ അവിടുത്തെ നമ്മളുടെ ബട്ടക്സിൻ്റെ അവിടുത്തെ വണ്ണാണ്. അപ്പോൾ 44 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. അതിൻ്റെ കൂടെ നമുക്കൊരു 2.5 ഇഞ്ച് ഈസിനും സീം അലവൻസിനും വേണ്ടിയിട്ട് ചേർക്കാം. ഓക്കെ. അങ്ങനെ 13.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ആ പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 3 എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് 14.6 സംതിങ് കിട്ടും. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് 14 ഇഞ്ചാണ്. നമുക്ക് 13.5 ഇഞ്ച് തന്നെ ഈ ഒരു സൈസിന് നമുക്ക് മതി. ഇതൊരു XXL സൈസ് തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 14.5 ഇഞ്ച് കൊടുക്കാം. എന്നിട്ടൊരു 2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുന്നു, നമുക്ക് ആ ഷേപ്പ് വരച്ചു കൊടുക്കാൻ. അത് കൂടാതെ 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു, എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്തു. ഈ കേർവ് നമ്മൾ ഏകദേശം 1 ഇഞ്ചിൽ ബെൻഡ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി താഴത്തെ പോർഷനിലെ വണ്ണം നമുക്ക് കൊടുക്കണം. താഴത്തെ പോർഷനിൽ ഇവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മളുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഹാർഡ്ലി 3 മിനിറ്റ്സ്. ഞാനിതിങ്ങനെ നീട്ടി വലിച്ച് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി കഴിയും. ഇനി നിങ്ങളുടെ കയ്യിൽ ഹിപ്പ് കർവ് അങ്ങനത്തെ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ്. അല്ല, നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ബെൻഡ് ചെയ്തിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതിനെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് അങ്ങനെ നിവർത്തിയിടുമ്പോൾ തന്നെ ഇതിൻ്റെ 2 നല്ല വശങ്ങളിൽ ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, 2 സൈഡിലുള്ള ക്രോച്ച് ലെങ്ത്തുകളൊന്ന് 1/2 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അതായത് ഇതേപോലെ ഈ സൈഡിലും 1/2 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ട് 2 പ്രാവശ്യം അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ട് ഒരു 2 പ്രാവശ്യം നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. ഒരുപാട് വലിച്ചടിക്കരുത്. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയാൽ മതി. ഇതുപോലെ ഞാൻ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കാലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ മടക്കി അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം സെൻറ്ററിൽ വരുന്ന പോലെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും.
ഓക്കെ, ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ താഴെ ഭാഗം എനിക്ക് കിട്ടിയിരിക്കുന്നത് 1.25 പറഞ്ഞല്ലോ. അതൊന്ന് ഞാൻ ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ 6 ഇഞ്ച് ഇതേപോലെ പിടിച്ചിട്ട് താഴെ മുതൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിലേക്ക് വരിക. സെൻറ്ററിൽ നിന്ന് അടുത്ത കാലിലേക്ക് വന്നിട്ട് അടുത്ത കാലും നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് അടുത്ത കാലിലേക്കും കൂടി കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോള് നമുക്ക് ചുറ്റി അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിവിടെ കരഭാഗം ആയതുകൊണ്ട് ഇതുപോലെ മടക്കി അടിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ കരഭാഗം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മടക്കി അടിച്ചിട്ട് വേണം ഇങ്ങനെ മടക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മളിതുപോലെ മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു 2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇതുപോലെ വിട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മുടെ ഇലാസ്റ്റിക് എടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെക്കാട്ടിലും ഒരു 4-5 ഇഞ്ച് നിങ്ങൾക്ക് കുറവ് ഇലാസ്റ്റിക് എടുക്കാം. അപ്പോൾ നല്ല വലിയ ഇലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 5 ഇഞ്ചോളം കുറയ്ക്കാം. അല്ല കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ഇഞ്ചൊക്കെ കുറയ്ക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 4 ഇഞ്ച് ആദ്യം കുറച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് ഫിനിഷ് ചെയ്യുന്നതിന് മുൻപ് അതൊന്ന് ഇട്ട് നോക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് പിന്നീട് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എക്സ്ട്രാ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സൂചിപ്പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് ആ ഹോളിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കുറച്ച് കക്കറ് വിക്രാന്ന് നമ്മൾ കുറേ ചറപറാന്ന് ഇട്ട് കൂട്ടുക സ്റ്റിച്ചസ്. പിന്നെ നമ്മൾ ചാടി മറിഞ്ഞാൽ കൂടി അതൊന്നും വിട്ടു പോകരുത്, അങ്ങനെ അടിച്ച് കൂട്ടണം ഇലാസ്റ്റിക്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യം ഒരു സിംഗിൾ സ്റ്റിച്ച് ഇട്ട് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചറപറാന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം അതും കൂടി ഇൻസേർട്ട് ചെയ്യുക ഉള്ളിലേക്ക്. എന്നിട്ട് ഈ നമ്മൾ ബാക്കി 2 ഇഞ്ചോളം വിട്ടിട്ടുണ്ടല്ലോ സ്റ്റിച്ച്, അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാൻറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ഫൈനൽ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാമായിരുന്നു കേട്ടോ, ഞാൻ അയൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് അത്ര നീറ്റല്ലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്